ഓരോ വർഷവും മഴക്കാലം എത്തുമ്പോൾ കാസിരംഗ നാഷണൽ പാർക്കിലെ വന്യജീവികൾ ഒരു വലിയ അപകടത്തെയാണ് നേരിടുന്നത്. ബ്രഹ്മപുത്ര നദി കരകവിയുമ്പോൾ ആ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവയെല്ലാം ഉയർന്ന പ്രദേശങ്ങളിലേക്ക് ഒരു പലായനം തുടങ്ങും. പക്ഷേ അവയുടെ ആ ജീവൻ രക്ഷാ യാത്രയ്ക്ക് കുറുകെ ഒരു മനുഷ്യനിർമ്മിത തടസ്സമുണ്ട്: നാഷണൽ ഹൈവേ 715. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയാലോ? ഒരമ്മ കാണ്ടാമൃഗം അതിൻ്റെ കുട്ടിയെയും കൊണ്ട്, അല്ലെങ്കിൽ ഒരു വലിയ കാട്ടാന രാത്രിയുടെ ഇരുട്ടിൽ ചീറിപ്പായുന്ന വാഹനങ്ങളുടെ ആ വെളിച്ചത്തിനിടയിലൂടെ ജീവൻ പണയം വെച്ച് ഒരു റോഡ് മുറിച്ചു കടക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ഇതാണ് ഓരോ മഴക്കാലത്തും കാസിരംഗയിൽ ആവർത്തിക്കുന്ന ഒരു ദുരന്ത കാഴ്ച. അപ്പോ എന്തുകൊണ്ടാണ് ഈ വന്യജീവികളുടെ യാത്ര ഇത്രമാത്രം അപകടം പിടിച്ചതാവുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളാദ്യം ഇന്ത്യയുടെ ഏറ്റവും അമൂല്യമായ പ്രകൃതിനിധികളിലൊന്നായ കാസിരംഗയുടെ ഉള്ളറകളിലേക്കൊന്ന് പോകണം. കാസിരംഗ എന്ന് പറയുന്നത് വെറുമൊരു നാഷണൽ പാർക്ക് മാത്രമല്ല, അതൊരു ആഗോള പൈതൃകം തന്നെയാണ്. 1985-ൽ ഇതിനെ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട്, അതായത് ഒരു ലോക പൈതൃക കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചു. അതുമാത്രമല്ല, 2007-ൽ ഒരു ടൈഗർ റിസർവ് എന്ന പദവിയും കിട്ടി. ഇത് സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. ബ്രഹ്മപുത്ര നദിയുടെ ഫ്ലഡ് പ്ലെയിൻസിൽ, അതായത് പ്രളയം സാധാരണയായി വരുന്ന ആ സമതലങ്ങളിലായിട്ട് ഏകദേശം 1090 ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് ഈ ഒരു വലിയ ആവാസവ്യവസ്ഥ ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. കാസിരംഗയെ ലോകപ്രശസ്തമാക്കുന്നത് അവിടുത്തെ ബിഗ് 5 എന്ന് വിളിക്കുന്ന 5 മഹത്തായ ജീവികളാണ്. ലോകത്തിലുള്ള 1 ഹോൺ റൈനോസറസ് അഥവാ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളിൽ 2/3 ഭാഗവും ഇവിടെയാണുള്ളത്. അതോടൊപ്പം ലോകത്തിലെ പകുതിയിൽ കൂടുതൽ കാട്ടുപോത്തുകളും പിന്നെ ഉയർന്ന തോതിലുള്ള ബംഗാൾ കടുവകളുടെ സാന്നിധ്യവും ഏഷ്യൻ ആനകളുടെ പ്രധാനപ്പെട്ട ഒരു പ്രജനന കേന്ദ്രവും കൂടിയാണ് ഈ കാസിരംഗ. ബ്രഹ്മപുത്ര നദി തൊട്ടടുത്തുള്ളതുകൊണ്ട് എല്ലാ വർഷവും മൺസൂൺ സമയത്ത് പാർക്കിന്റെ ഏതാണ്ട് 70 മുതൽ 80% വരെയും വെള്ളത്തിനടിയിലാകും. ഇതൊരു സ്വാഭാവിക കാര്യമാണ്. സത്യത്തിൽ കാടിന്റെ ആരോഗ്യത്തിന് അത് ആവശ്യവുമാണ്. പക്ഷേ ഈ വെള്ളപ്പൊക്കം അതിജീവിക്കാൻ വേണ്ടി മൃഗങ്ങളെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് ഒരു വലിയ പലായനത്തിന് നിർബന്ധിതരാക്കും. ഇവിടെയാണ് യഥാർത്ഥ പ്രശ്നം തുടങ്ങുന്നത്. മൃഗങ്ങളുടെ ഈ സ്വാഭാവികമായ രക്ഷപ്പെടൽ വഴിക്കു കുറുകെ ഒരു കോൺക്രീറ്റ് തടസ്സം വന്നു നിൽക്കുന്നു. പ്രകൃതിയും മനുഷ്യനിർമ്മിച്ച പാതയായ നാഷണൽ ഹൈവേ 715-ഉം തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരിടം. ഇതിനെയാണ് നമ്മൾ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അതായത് വന്യജീവികളുടെ നിലനിൽപ്പ് മനുഷ്യരുടെ താൽപ്പര്യങ്ങളുമായി ഏറ്റുമുട്ടുമ്പോഴുണ്ടാകുന്ന ഒരു സംഘർഷം. കാസിരംഗയിൽ വെള്ളപ്പൊക്ക സമയത്ത് ഈ സംഘർഷം അതിന്റെ ഏറ്റവും മോശം അവസ്ഥയിലെത്തും. ഇത് ഒരുപാട് മൃഗങ്ങളുടെ ദാരുണമായ മരണത്തിനും മനുഷ്യർക്ക് സംഭവിക്കുന്ന അപകടങ്ങൾക്കും കാരണമാവുന്നു. ഈ ഒരു സംഘർഷം എത്രത്തോളം ഭീകരമാണെന്ന് മനസ്സിലാക്കാൻ ഒരു കണക്ക് പറയാം. 2012-ൽ ഒരൊറ്റ വർഷം അതിരൂക്ഷമായ ഒരു വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ 540-ലധികം മൃഗങ്ങളാണ് ചത്തൊടുങ്ങിയത്. അതിൽ 13 ഒറ്റക്കൊമ്പൻ കാണ്ടമൃഗങ്ങൾ വരെ ഉണ്ടായിരുന്നു. ഇതിൽ ഭൂരിഭാഗം മരണങ്ങളും സംഭവിച്ചതെങ്ങനെയാണെന്നറിയാമോ? ആ ദേശീയപാത മുറിച്ചു കടക്കാൻ ശ്രമിക്കുമ്പോൾ വാഹനമിടിച്ച്. ഈയൊരു മരണതുല്യമായ സംഘർഷത്തിന് ഇപ്പോൾ ഒരു വളരെ നൂതനമായ പരിഹാരം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയുടെ ലോകത്തിനും മനുഷ്യന്റെ ലോകത്തിനും ഇടയിൽ ഒരു പാലം പണിയുക എന്ന ലക്ഷ്യത്തോടെ. അതാണ് കാസിരംഗ എലിവേറ്റഡ് വൈൽഡ് ലൈഫ് കോറിഡോർ. എന്താണ് ഈ എലിവേറ്റഡ് വൈൽഡ് ലൈഫ് കോറിഡോർ? വളരെ ലളിതമായി പറഞ്ഞാൽ ഇതൊരു പ്രത്യേകതരം നിർമ്മാണ രീതിയാണ്. ഹൈവേയെ നിലത്തുനിന്ന് ഉയർത്തി തൂണുകളിൽ പണിയുന്നു. അപ്പോ അതിന്റെ താഴെ വന്യജീവികൾക്ക് ഒരു തടസ്സവുമില്ലാതെ സുരക്ഷിതമായി കടന്നുപോകാൻ നല്ല വിശാലമായൊരു വഴിയൊരുന്നു. അങ്ങനെ റോഡ് കാരണം വിഘടിച്ചുപോയ ആവാസവ്യവസ്ഥകളെ ഇത് വീണ്ടും കൂട്ടിയിണയ്ക്കുകയും ചെയ്യും. 2026 ജനുവരി 18-ന് പ്രധാനമന്ത്രി ഈ വലിയ പദ്ധതിക്ക് തറക്കല്ലിട്ടു. NH-15-ലെ കാളിബൂർ മുതൽ നുമലിഗഡ് വരെയുള്ള 86 കിലോമീറ്റർ പാതയുടെ ഭാഗമായാണ് ഇത് നിർമ്മിക്കുന്നത്. ഇതിൽ 35 കിലോമീറ്ററോളം പൂർണ്ണമായും ഒരു എലിവേറ്റഡ് കോറിഡോർ ആയിരിക്കും. ഈ പദ്ധതിയുടെ ആകെ ചെലവ് 6950 കോടി രൂപയിലധികമാണ്. അപ്പോൾ ഈയൊരു മാറ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് ചുരുക്കി നോക്കാം. ഒന്നാം ഘട്ടം: പ്രശ്നം. നിലത്ത് കിടക്കുന്ന ഹൈവേ മൃഗങ്ങളുടെ വഴി തടയുന്ന ഒരു മതിലായി പ്രവർത്തിക്കുന്നു. രണ്ടാം ഘട്ടത്തിൽ ഈ റോഡിനെ പ്രത്യേകം ഡിസൈൻ ചെയ്ത കരുത്തുറ്റ തൂണുകൾക്ക് മുകളിലേക്ക് ഉയർത്തുന്നു. മൂന്നാം ഘട്ടത്തിൽ നമുക്ക് പരിഹാരം കിട്ടുന്നു. വാഹനങ്ങൾ മുകളിലൂടെ സുഗമമായി പോകുമ്പോൾ വന്യജീവികൾ താഴെ കൂടിയും സുരക്ഷിതമായി കടന്നുപോകുന്നു. ഇതിന്റെ എഞ്ചിനീയറിംഗ് ഡിസൈൻ അഥവാ നിർമ്മാണ രൂപകൽപ്പനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുത്തത് പ്രകൃതിക്ക് തന്നെയാണ്. തൂണുകളുടെ ഉയരവും അവ തമ്മിലുള്ള അകലവും തീരുമാനിച്ചത്
ആനകളെയും കാണ്ടമൃഗങ്ങളെയും പോലുള്ള വലിയ മൃഗങ്ങൾക്ക് പോലും ഒരു തടസ്സവുമില്ലാതെ കടന്നുപോകാൻ പാകത്തിലാണ്. മൃഗങ്ങളുടെ സ്ഥിരം സഞ്ചാരപാതകൾ, അതായത് ആനിമൽ മൂവ്മെന്റ് പാറ്റേൺ, വർഷങ്ങളോളം പഠിച്ച ശേഷമാണ് ഇതിന്റെ രൂപകൽപ്പന പൂർത്തിയാക്കിയത്. ഈ കോറിഡോർ എങ്ങനെയാണ് എല്ലാവർക്കും ഒരുപോലെ പ്രയോജനകരമാവുന്നത് എന്ന് നോക്കാം. കാരണം ഇത് മൃഗങ്ങൾക്ക് മാത്രമല്ല, മനുഷ്യർക്കും ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന ഒരു പദ്ധതിയാണ്. നോക്കൂ, വന്യജീവികളെ സംബന്ധിച്ചിടത്തോളം റോഡപകട മരണങ്ങൾ ഇല്ലാതാകുന്നു. അവരുടെ പലായന പാതകൾ തടസ്സമില്ലാതെ സംരക്ഷിക്കപ്പെടുന്നു. ഇത് അവരുടെ ബ്രീഡിംഗ് സൈക്കിൾ അഥവാ പ്രജനന പ്രക്രിയയെയും ദീർഘകാലാടിസ്ഥാനത്തിൽ ബയോഡൈവേഴ്സിറ്റി അഥവാ ജൈവ വൈവിധ്യത്തെയും സംരക്ഷിക്കും. ഇനി മനുഷ്യരുടെ കാര്യം നോക്കിയാലോ? മൃഗങ്ങളുമായി കൂട്ടിയിടിച്ചുണ്ടാകുന്ന വാഹനാപകടങ്ങൾ കുറയും. വെള്ളപ്പൊക്ക സമയത്തും സുരക്ഷിതവും വേഗതയേറിയതുമായ യാത്ര സാധ്യമാകും. അതുപോലെ ഈക്കോ ടൂറിസമിന് ഇത് പുതിയ വാതിലുകൾ തുറക്കും. തീർച്ചയായും ഇത്രയും വലിയൊരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായും ചില വെല്ലുവിളികളും ആശങ്കകളും ഉണ്ടാകും. പുരോഗതിയും സംരക്ഷണവും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതിലെ പ്രധാന ആശങ്കകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തത് കൺസ്ട്രക്ഷൻ സമയത്ത് ഉണ്ടാകുന്ന ശബ്ദവും മറ്റ് ഡിസ്റ്റർബൻസ് അഥവാ ശല്യങ്ങളും. പിന്നെ ഏകദേശം 7000 കോടി രൂപയുടെ ഈ ഭീമമായ നിക്ഷേപം കാര്യക്ഷമമായി വിനിയോഗിക്കണം. ഭാവിയിൽ ഇതിന്റെ മെയിന്റനൻസ് അഥവാ പരിപാലനവും ഒരു വലിയ കാര്യമാണ്. ഏറ്റവും പ്രധാനമായി ഈ പാതയിൽ സ്പീഡ് റെഗുലേഷൻ എന്ന വേഗപരിധിയും നോയിസ് കൺട്രോൾ എന്ന ശബ്ദ നിയന്ത്രണവും വളരെ കർശനമായി നടപ്പിലാക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് കാസിരംഗയിലെ ഈ പദ്ധതി ഒരു നാഴികക്കല്ലായി മാറുന്നത്? ഇന്ത്യയിലും ലോകമെമ്പാടും ഭാവിയിൽ വരാനിരിക്കുന്ന ഒരുപാട് പദ്ധതികൾക്ക് ഇതൊരു മികച്ച മാതൃകയാകാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിൽ മറ്റു വൈൽഡ് ലൈഫ് കോറിഡോർസ് അഥവാ വന്യജീവി ഇടനാഴികൾ നിലവിലുണ്ടെങ്കിലും കാസിരംഗയിലത് വളരെ സവിശേഷമാണ്. സാധാരണ ഇടനാഴികൾ ചെയ്യുന്നത് വിഘടിച്ചുപോയ 2 വനപ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുകയാണ്. എന്നാൽ കാസിരംഗയിലത് അങ്ങനെയല്ല. ഫ്ലഡ് ബേസ്ഡ് ആനിമൽ മൈഗ്രേഷൻ, അതായത് വെള്ളപ്പൊക്കം കാരണം ജീവൻമരണ പോരാട്ടം നടത്തുന്ന ആയിരക്കണക്കിന് മൃഗങ്ങളുടെ ഒരു വലിയ പലായനത്തെ സുഗമമാക്കാൻ വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ആദ്യത്തെ വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളിലൊന്നാണ് വികാസ് ഭി വിരാസത് ഭി, അതായത് വികസനത്തോടൊപ്പം പൈതൃകവും. ഈ പദ്ധതിയുടെ പിന്നിലുള്ള മാർഗനിർദ്ദേശക തത്വം അതാണ്. സാമ്പത്തിക പുരോഗതിയും പാരിസ്ഥിതിക സംരക്ഷണവും, അതായത് ഡെവലപ്മെന്റും കൺസർവേഷനും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായി ഇത് മാറുകയാണ്. ഇന്ന് കാസിരംഗ എലിവേറ്റഡ് കോറിഡോർ സംരക്ഷണത്തിൽ അധിഷ്ഠിതമായ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ അഥവാ കൺസർവേഷൻ ഡ്രിവൻ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒരു ദേശീയ പ്രതീകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ വിജയം രാജ്യത്തുടനീളമുള്ള പരിസ്ഥിതിലോല പ്രദേശങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് പുതിയ രീതിയിൽ ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. ഈ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും ശക്തമായ ആശയം ഒരുപക്ഷേ ഇതായിരിക്കും: ഒരു റോഡ് കാട് മുറിക്കേണ്ടതില്ല. അതിനെ മുറിച്ചുമാറ്റുന്നതിന് പകരം അതിനു മുകളിലൂടെയോ അല്ലെങ്കിൽ അതിന് താഴെയുടെയോ വഴികളൊരുക്കാം. ശരിയായ കാഴ്ചപ്പാടും ആസൂത്രണവുമുണ്ടെങ്കിൽ മനുഷ്യനും പ്രകൃതിക്കും ഒരേ വഴിയിലൂടെ ഒരുമിച്ച് മുന്നോട്ടു പോകാൻ കഴിയുമെന്ന് കാസിരംഗ നമ്മളെ പഠിപ്പിക്കുകയാണ്. വികസനവും സംരക്ഷണവും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളല്ല, മറിച്ച് ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണെന്ന് ഈ ലിവേറ്റഡ് കോറിഡോർ നമുക്ക് തെളിയിച്ചു തരുന്നു.